നമസ്കാരം. ശ്രീനി ആലക്കുടാണ്. 2024 കഴിഞ്ഞ് 25 പിറക്കാൻ തുടങ്ങുകയാണ്. ഈ മണിക്കൂറുകൾ കഴിഞ്ഞാൽ 2025 എങ്ങനെയുണ്ടായിരുന്നു 2024? അതിനെക്കുറിച്ച് ആലക്കോടെത്തിയ ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങളൊന്ന് കേട്ടു തന്നാലോ? 2024 എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖദുഃഖങ്ങളും ദുരിതങ്ങളും മാറി മാറി വന്നു. റോഡിലൂടെ നടന്നു വരുമ്പോൾ ഒരാൾ ഇങ്ങനെ കണ്ടു. ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞ് എന്തായാലും ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതിന് മദ്യം ഒരു സഹായിയല്ല, അതുകൊണ്ട് അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പോരുകയുണ്ടായി. കഴിഞ്ഞൊരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. 2024 അത്ര പോരായിരുന്നു. 25-നെ വരവേൽക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. നമ്മളുടെ പാലം മലയോര മേഖലയുടെ ഒത്തിരി കാലമായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു. താൽക്കാലികമായിട്ടെങ്കിലും തുറന്നത് ഒരു നല്ലൊരു വാർത്തയാണ്. 2024 ഒരു മാന്ദ്യത്തിൻ്റെ കാലഘട്ടമാണ്. സന്തോഷം തന്നെ, ഹാപ്പിയാണ്, ടെൻഷനൊന്നുമില്ല. ബിസിനസ് എല്ലാം വളരെ ഡള്ളായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ ദുരന്തം തന്നെയാണ്, ആ വയനാട് സംഭവിച്ച ആ ദുരന്തം തന്നെയാണ്. അത് ലോകത്തും പ്രത്യേകിച്ച് ഇന്ത്യയിലും വംശീയും വർഗീയ കലാപം നടക്കുന്നത് വളരെ വേദനപ്പെട്ട ഒരു സംഗതിയാണ്. മലയോര മേഖലയിലെ ഭയങ്കരമായിട്ടും മൃഗങ്ങളുടെ ശല്യങ്ങളാണ്. പന്നി ശല്യം കൃഷിക്കാരെ സംബന്ധിച്ച് വലിയ വിഷയം തന്നെ. 2024 ठीक ठाक ही था. 2025 अच्छा होगा वैसा लग रहा है. ദുരന്തങ്ങളെ ഒന്നും നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എന്നിരുന്നാലും അതിനെല്ലാം അതിജീവിക്കാൻ പറ്റിയ ഒരു ഗവൺമെൻറ് നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ട് നമുക്ക് മുമ്പോട്ട് പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അപകടങ്ങളിൽ കുറേ പിഞ്ചു കുട്ടികൾ മരിക്കുകയും വിദ്യാർത്ഥികൾ അപകടത്തിലും എല്ലാം ഇനിയുള്ള വർഷം ശാന്തി, സന്തോഷം, സമാധാനവും ഉണ്ടാകട്ടെ. 25 കാലെടുത്ത് വെക്കുകയല്ലേ, എന്താണ് അതിൻ്റെ അനുഭവം നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും കുഴപ്പമില്ലാതെ പോട്ടെ. 2024 മറക്കാനാകാത്ത സംഭവം ഈയിടെ ഉണ്ടായ വയനാട് ദുരന്തം. ആദ്യ കാലങ്ങളിലൊന്നും മോശമില്ലെങ്കിൽ ഈ അവസാന കാലഘട്ടത്തിൽ മരണങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആൾക്കാർക്കൊക്കെ കുറച്ച് നല്ല വിഷമമുണ്ട്. കാർഷിക മേഖലയൊക്കെ നല്ല തളർച്ചയല്ലേ, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പൂ കൊടുക്കാൻ വേണ്ടി പറയുന്നപ്പോൾ ഒരു ഓട്ടോ സ്പീഡിൽ വന്നിട്ട് എന്നെ ഇടിച്ചിട്ടു. പക്ഷേ എനിക്ക് കാര്യമായിട്ട് പറ്റിയില്ല. എല്ലാം ദൈവം കാത്തു എന്നുള്ള ഓട്ടോ അടിച്ച് ഞാൻ മലന്ന്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റിയില്ല. മൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട്. നമ്മളൊക്കെ ടാപ്പിങ്ങിന് പോകുമ്പം പന്നി ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2024 സാധാരണ ഉള്ള വർഷങ്ങളെ പോലെ അല്ലായിരുന്നു. ഭയങ്കര ഒരു നഷ്ടങ്ങളുടെ വർഷങ്ങൾ തന്നെയായിരുന്നു. ആദിവാസി യുവാവിനെ കാറിൻ്റെ ഡോറിൽ കുടുക്കിയിട്ട് വലിച്ച് എടുത്ത സംഭവം മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കുന്ന. മകനൊരു രോഗം വന്നു, അത് മറക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് മകനെ. അപ്പോൾ അവനിപ്പോൾ ചികിത്സയിലാണുള്ളത്. നല്ല വർഷമാണ്, ജനങ്ങളൊക്കെ സന്തുഷ്ടരാണ് എന്നൊക്കെയുള്ളതാണ് എൻ്റെ വിചാരം. ദുഃഖകരമായിരുന്ന ഒരു വർഷം, എല്ലാ കൊല്ലത്തെയും പോലെ കുഴപ്പമില്ലായിരുന്നു. എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് അടിപൊളിയായിട്ട് പോയി. പ്രത്യേകമായിട്ടൊരു പ്രത്യേകത ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രത്യേക ഒരു ജീവിതത്തിലൊരു ഓർക്കപ്പെടുന്ന അങ്ങനത്തെ ഒരു പ്രത്യേകത ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. നല്ല ഗുണങ്ങളൊരു വർഷമാണ്. അതിൻ്റെ ഭരണാധികാരികളൊക്കെ കുറച്ചൊക്കെ നന്നായിട്ടൊക്കെ പെരുമാറി കുറച്ച് ആൾക്കാർക്ക് വൃദ്ധജനങ്ങളൊക്കെ വെച്ച് പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിലും ചെറിയ അപാകതകളുണ്ട്. അതെല്ലാം ഉപകരമായ ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ദുഃഖങ്ങളൊക്കെയാണ് സമ്മാനം കിട്ടിയത്. എനിക്ക് കുറേ രോഗങ്ങളൊക്കെ ഉണ്ടായ ഒരു വർഷമാണ്. പരിയാരം മെഡിക്കൽ കോളേജായിരുന്നു ട്രീറ്റ്മെൻറ്റ്. വെരി ഹാപ്പി ഇയർ 2024. വെരി ഹാപ്പി. നമ്മളുടെ ഉരുൾപൊട്ടൽ, പിന്നെ പേര് മരിച്ച വണ്ടി ആക്സിഡൻറ്റ്, മറ്റേ ഇവിടെ ലോറി അപകടം, അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. 2024 കുറച്ച് പ്രയാസമില്ലതാണ്. വലിയ കുഴപ്പമില്ലായിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ 2024 എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ട് നോക്കുമ്പോഴത്തേക്ക് എല്ലാ ജനങ്ങളൊക്കെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊരു കാലഘട്ടം. പിന്നെ കാലവർഷം അതിക്രമിച്ചതിൻ്റെ ഒരു വലിയ വിഷയം നമുക്കുണ്ട്. സാമ്പത്തിക മേഖലയൊക്കെ മൊത്തത്തിലൊരു തകരാറാണ്. പണിക്കാർക്ക് പണിയില്ല, അങ്ങനെയുള്ള മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ട്. വളരെ സ്പീഡിലാണ് 2024 കടന്നുപോയത്. ഓരോ സമൂഹത്തെ മുഴുവൻ ആടി ഒലിച്ചൊരു സംഭവമാണ് വയനാട് ദുരന്തം എന്ന് പറയുന്നത്. അതേർക്കും മറക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പറ്റാത്ത അനുഭവം. വി ഹെൽപ്പിൻ്റെ പുനരുദ്ധാരണം, ഐക്യറോട്ട് ഏജൻസീസ്, വി ഹെൽപ്പ്, ഐക്യറോട്ട് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങി
ഞങ്ങൾ മനോഹരമായ ഒരു ഓഫീസ് ഞങ്ങൾക്ക് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ സന്തോഷകരമായ കാര്യമാണ്. ഇപ്പം അപകടങ്ങളും മരണങ്ങളും എല്ലാം മൊത്തത്തിൽ കൂടിയ ഒരു വർഷമായിരുന്നു 2024. പിന്നെ അതുപോലെ തന്നെ വ്യാവസായിക മേഖല പൊതുവേ നമുക്കൊരു മോശം കാലാവസ്ഥയിലേക്കാണ് കടന്നുപോയത്. ഞാനിപ്പോൾ ഓട്ടോ എടുക്കുന്ന ആളാണ്. നമ്മളെല്ലാം സംബന്ധിച്ച് വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള വണ്ടിക്ക് ഓട്ടോ എല്ലാം കുറവുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 24 വളരെ മോശമായിരുന്നു. 2025 ഞങ്ങളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നു. മാതിരി കൊള്ളാം. നിത്യോപസാധനങ്ങൾക്ക് വില കൂടുതലെന്ന് വെച്ചാൽ കർഷകരെ സംബന്ധിച്ചൊരു ദുരിതപൂർണ്ണമായിരുന്നു. കണ്ട കാഴ്ചകൾ എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയിട്ടുള്ളത് ഈ ബസ്സിലിരുന്ന ആളുകൾ തുപ്പുന്നതാണ് താഴോട്ട്. തുപ്പലിനകത്ത് ചില ടൂ വീലറുകാരും നടക്കുന്ന ആൾക്കാരും പെട്ടെന്ന് ജസ്റ്റ് മിസ്സായ ആൾക്കാരുണ്ട്. അതാണ് ഏറ്റവും ബോറായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മളെ ഒരു എനിക്കിഷ്ടപ്പെട്ട ഒരു നായകൻ്റെ സിനിമ ഉണ്ടായിരുന്നു, മാർക്കോ എന്ന് പറയുന്നത്. ആ സിനിമ അത്യാവശ്യം ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മോശമില്ലാത്ത അനുഭവങ്ങളായിരുന്നു. 2024 നമ്മൾ പുതിയ പ്രോഡക്റ്റായ നാനോ ഡ്രയർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപകടം, അതായത് കേരളത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അപകടം നടന്നൊരു കാലഘട്ടമാണ്. അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. 2025 നല്ലൊരു വർഷമായിട്ട് ആരും അങ്ങനെ ഒരു വേർപാടൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാട്ടിലുള്ള ആളുകളുടെ ആ വികസനോന്മുഖമായ എല്ലാ പ്രവർത്തന മേഖലകളിലും സഹകരിക്കുന്ന ഒരാളെന്നുള്ള ലെവലിൽ നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിനും ഈ പ്രവർത്തനത്തിനും വളരെ ആശാസ്യകരമായ ഒരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കോവിഡൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു നല്ലൊരു വർഷമായിട്ട് എനിക്ക് തോന്നിയത്. 2024 പൊതുവേ വലിയ മോശമില്ലായിരുന്നു. അങ്ങനെ കാര്യമായി അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 2024 ഒരു വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല 2023 അപേക്ഷിച്ചിട്ട്. ഒട്ടനവധി സാമ്പത്തിക പ്രശ്നങ്ങൾ അത് നമ്മുടെ ഗോൾഡ് ഫീൽഡ് നന്നായി ബാധിച്ചു. നേരെ ഒരു 40% വിലവർധന ഉണ്ടായി. അത് സാധാരണക്കാരന് ഗോൾഡ് വാങ്ങാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു. 2024 വളരെ സന്തോഷകരമായ വലിയ വാർത്തകളൊന്നുമില്ല. ലോകമെല്ലാം യുദ്ധത്തിൻ്റെ ആ ഒരു രീതിയിലേക്ക് പോവുകയും നമുക്ക് ജീവിതത്തിൽ എൻ്റെ ഒരു ഹൗസ് വാമിങ് നടന്നു. അതുപോലെ തന്നെ മോളെ വിദേശത്തേക്ക് അയക്കാൻ സാധിച്ചു. അങ്ങനെ നല്ലൊരു ജീവിതം പുറത്തു വരുത്താൻ സാധിച്ചു. 2024 എല്ലാവിധ ആശംസകളും. 24 കുഴപ്പമില്ല, പക്ഷേ എന്നാൽ വലിയ മെച്ചമില്ല. ആൾക്കാർക്കൊന്നും പണിയില്ല, പണി കുറവാണ്. പിന്നെ ബാക്കിയുള്ള റബ്ബർ ഇതിനൊന്നും പൈസയില്ല. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് പോയെന്ന് പറയാം. ഒടുവിൽ MD വലിയ ഒരു മറക്കാൻ പറ്റാത്തൊരു സാഹിത്യകാരൻ തന്നെയല്ല, ഒരു പരോപകാരിയൊക്കെ ആയിരുന്നു. കച്ചവടപ്പീടിയെല്ലാം ആരാരും പീടിയെല്ലാം വാടക കൊടുക്കാൻ കഴിയാതെ കൊണ്ട് ഒഴിഞ്ഞ് പോകുന്നു. 2024 വളരെ പോക്കാം. 2024 കോമഡിയായിട്ട് എനിക്ക് തോന്നുന്നത് പഞ്ചായത്തും പോലീസും ചേർന്ന് എൻ്റെ കടയുടെ മുന്നിൽ സ്ഥാപിച്ച ബോർഡാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ കീഴെ നിരനിരയായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ കാണുമ്പം അതൊരു വലിയ കോമഡിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വ്യത്യസ്തമായ നല്ലൊരു ഇയർ ആയിരുന്നു. 2020 ശേഷം കൊറോണയൊക്കെ വന്ന് ഒരു പച്ച പിടിച്ച് നല്ലൊരു രീതിയിലേക്കും മാറിക്കൊണ്ട് വന്നിരുന്ന വർഷമാണ് 2024. 2025 ഒരു നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്നുള്ള ആഗ്രഹമാണ്. വളരെ അനുഗ്രഹപ്രദമാണ്. 25 അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നാമത് നമ്മുടെ വയനാട്ടിലെ പ്രശ്നങ്ങൾ, പിന്നെ ഞങ്ങളുടെ പേഴ്സണലായിട്ട് തന്നെ കുടുംബത്തിൽ കുറച്ച് വിയോഗങ്ങളുണ്ടായി. അതുകൊണ്ട് 2024 ഞങ്ങൾക്ക് നല്ല വർഷമല്ല. 2024 വളരെ മോശമായിരുന്നു. സ്വന്തം കാലം നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു വർഷവും കൂടെയായിരുന്നു. സങ്കടങ്ങളുടെ ഒരു വർഷമായിരുന്നു. റോഡ് അപകടങ്ങൾ കൂടി, പ്രകൃതി ദുരന്തങ്ങൾ കൂടി, അങ്ങനെ ഒരു ഓർത്തിരിക്കാനായിട്ട് വേദനിപ്പിക്കുന്ന കുറേ ഓർമ്മകളുമായിട്ടാണ് 2024 പോകുന്നത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ട് കാണും. സമ്മിശ്രമായാണ് പലരും പ്രതികരിച്ചത്. ചിലർക്ക് വ്യക്തിപരമായിട്ട് സന്തോഷം തരുന്ന വർഷം തന്നെയായിരുന്നു 2024. മറിച്ച് ഏറെ പേർക്കും സങ്കടം തരുന്ന വർഷവും. എന്തായാലും വരുന്ന 2025 സന്തോഷ വർഷമായി നമുക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.